10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ലഞ്ച് റെഡിയാക്കി എടുത്താലോ? അതിനായിട്ട് ഞാൻ ആദ്യം ചോറ് വയ്ക്കാം. കുക്കറിലേക്ക് 1 ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കാം. 1-2 പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് കണക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സോനാ മസൂരിൻ്റെ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കത് അടപ്പ് കൊണ്ട് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കഴിഞ്ഞ് നമുക്കതിനെ ഓഫാക്കി ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബ്രിഞ്ചോൾ മസാല ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കറിക്കായിട്ട് മോര് കറിയാണ് തയ്യാറാക്കുന്നത്. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈരാണ് കേട്ടോ. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കാരണം കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഒട്ടും പുളി ഉണ്ടാവില്ലല്ലോ. മോര് കറിയൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം പുളിയൊക്കെ വേണമല്ലോ. അത് കാരണമാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ തൈരും വെള്ളമൊക്കെ ചേർത്ത കാരണം നമുക്കതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കാം. ഈ മോര് കറിയൊക്കെ തയ്യാറാക്കാൻ വെറും 2 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കടുക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് ഉലുവയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള മോര് കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മോര് ഒഴിച്ച് കൊടുത്തിട്ട് ഒരിക്കലും തിളപ്പിക്കരുത്. ആ ചൂടായ പാത്രത്തിലേക്ക് മോര് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൊണ്ട് ഇതാ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഞ്ചോൾ മസാല ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ബ്രിഞ്ചോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനിതാ അത്യാവശ്യത്തിന് നല്ല ക്യൂബായിട്ടുള്ള സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത് പോകും. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിനാവശ്യമായിട്ടുണ്ട്. അതിന് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മതിയാവും. ഈ ബ്രിഞ്ചോൾ ഫ്രൈക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. വെറുതെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതാ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ബ്രിഞ്ചോൾ ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബ്രിഞ്ചോളിന് വെള്ളമൊക്കെ മാറ്റിയ ശേഷം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കതിനെ ലോ ഫ്ലെയിമിലിട്ട ശേഷം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. 5 മിനിറ്റ് ആയിട്ട് നോക്കാം. ഞാൻ ആദ്യം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 2 വിസിൽ ശേഷം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഇതാ ബ്രിഞ്ചോളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 വട്ടം മുന്നേ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിഞ്ചോളൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയും മുളകും നിലക്കടലയും പിന്നെ വെളുത്തുള്ളിയും അല്പം എള്ളും കൂടി ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ബ്രിഞ്ചോളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചോൾ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.